ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 6-ാം അധ്യായം പേർഷ്യൻ രാജാവായ ദാരിയാവസിൻ്റെ ഭരണകാലത്തെ ഒരു നിർണായക സംഭവമാണ് വിവരിക്കുന്നത്. ദാനിയേൽ തൻ്റെ ഉത്കൃഷ്ടമായ സ്വഭാവം കൊണ്ടും വിശ്വസ്തത കൊണ്ടും രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയിരുന്നു. അതിനാൽ രാജാവ് അവനെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയാക്കാൻ തീരുമാനിച്ചു. ഇത് മറ്റു പ്രധാന ദേശാധിപതികളിൽ അസൂയ ഉണർത്തുകയും അവർ ദാനിയേലിനെതിരെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ദാനിയേലിൽ യാതൊരു കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവൻ ദൈവത്തിനും രാജാവിനും ഒരുപോലെ വിശ്വസ്തനായിരുന്നു. അവസാനം ദാനിയേലിൻ്റെ ദൈവഭക്തിയെ തന്നെ അവനെതിരെയുള്ള ആയുധമാക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെയോ മനുഷ്യനെയോ ആരാധിക്കാൻ പാടില്ല എന്നൊരു നിയമം രാജാവിനെ കൊണ്ട് അവർ നിർമ്മിച്ചു. ഈ പശ്ചാത്തലത്തിൽ ദാനിയേൽ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ ഫലമായി സിംഹക്കുഴിയിൽ എറിയപ്പെടുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന സംഭവം. പുതിയ നിയമം നിലവിൽ വന്നതിന് ശേഷവും ദാനിയേലിൻ്റെ വിശ്വാസം നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ്. രാജകൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ടും ദാനിയേൽ തൻ്റെ പതിവ് പ്രാർത്ഥനകൾ മുടക്കിയില്ല. യെരുസലേമിനെ അഭിമുഖമായുള്ള തൻ്റെ മാളിക മുറിയിലെ കിളിവാതിലുകൾ തുറന്നിട്ട് മുൻപ് ചെയ്തിരുന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്തു. ദാനിയേൽ പ്രാണരക്ഷാർത്ഥം പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതിനേക്കാൾ മരണത്തെ നേരിടാൻ അവൻ തയ്യാറായി. ദൈവത്തിലുള്ള അവൻ്റെ സമ്പൂർണ്ണ ആശ്രയവും അചഞ്ചലമായ വിശ്വാസവുമാണ് ദാനിയേലിനെ ഈ ധീരമായ നിലപാടിലേക്ക് നയിച്ചത്. മരണഭയത്തേക്കാൾ വലുതായിരുന്നു ദൈവത്തോടുള്ള ദാനിയേലിൻ്റെ വിശ്വസ്തതയും ബന്ധവും. ഈ വിശ്വാസം, സഹോദരങ്ങളെ, നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കരുതെന്നും മറിച്ച് ദൈവത്തിൽ കൂടുതൽ ആഴത്തിൽ ആശ്രയിക്കണം എന്നുമാണ്. ഈ സംഭവം നമുക്ക് നൽകുന്ന പ്രധാന ആത്മീയ ഉൾക്കാഴ്ചകളിലൊന്ന് ഈ ലോകം നമ്മുടെ യഥാർത്ഥ ഭവനമല്ല എന്നതാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം അന്യരും പരദേശികളുമാണെന്ന ബോധ്യത്തോടെ ജീവിക്കണം. ദാനിയേലിനെ പോലെ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ സാത്താൻ നമ്മെ പലപ്പോഴും പലവിധമായും തകർക്കാൻ ശ്രമിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ലോകത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കാൻ തിരഞ്ഞെടുക്കണം, ഒരു മടിയും കൂടാതെ, ദാനിയേലിനെ പോലെ. കൂടാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മാത്രം നിയന്ത്രണത്തിലാണെന്നും നാം മനസ്സിലാക്കണം. അവിടുന്ന് നമ്മെ വഴി നടത്താൻ ശക്തനാണെന്നും ഈ ബൈബിൾ ഭാഗത്തെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പോലും ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള അവസരങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ നിരവധി പാഠങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥനയുടെ പ്രാധാന്യം. ദാനിയേലിൻ്റെ സ്ഥിരമായ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഒരു മാതൃകയാണ്. തിരക്കുകൾക്കിടയിലും ദൈവവുമായുള്ള ബന്ധത്തിന് നാം മുൻഗണന നൽകണം. 2, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലും മൂല്യങ്ങളിലും നാം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നാം അത് പാലിക്കാനായിട്ട്, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3, വിശ്വസ്തത. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, അത് കുടുംബത്തിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, നാം ദൈവം നമ്മെ ഏൽപ്പിച്ചേക്കുന്ന ഏതവസ്ഥയുമായിക്കോട്ടെ, ആ അവസ്ഥയിൽ നാം ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തണം. 4, ധൈര്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യം ലഭിക്കും. അത് പരിശുദ്ധാത്മാവ് വഴി ദൈവം നമുക്ക് ലഭ്യമാക്കി തരും. ഈ പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് വഴി നമുക്ക് ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവരായി മാറുവാൻ സാധിക്കും. ദാനിയേലിൻ്റെ ഈ അനുഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൂർവ്വ ചിത്രമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. കുറ്റമറ്റവനും പാപമില്ലാത്തവനുമായിരുന്നിട്ടും യേശുവിനെതിരെയുള്ള കുറ്റാരോപണങ്ങൾ പോലെ ദാനിയേലിനെതിരെയും അന്യായമായ കുറ്റാരോപണങ്ങളാണ് ഉണ്ടായത്. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ടതുപോലെ യേശുവിനെയും കുരിശുമരണത്തിലേക്ക് തള്ളിവിട്ടു. ദാനിയേലിനെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്നും അത്ഭുതകരമായി രക്ഷിച്ചു. അതുപോലെ കർത്താവായ യേശു മരണത്തിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. ഇത് ദൈവപുത്രൻ്റെ മരണത്തിന്മേലുള്ള വിജയത്തിൻ്റെ മഹത്തായ അടയാളമാണ്. ദാനിയേൽ രക്ഷിക്കപ്പെട്ടപ്പോൾ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തി
യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സകല ജനതകൾക്കും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. ദാനിയേലിൻ്റെ കാലത്തെ പോലെ ഇന്ന് നാം തിന്മ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് അനിവാര്യവും ആസന്നവുമാണ്. ദാനിയേൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് വിശ്വസ്തനായി നിലകൊണ്ടതുപോലെ സഹോദരങ്ങളെ, നാമും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. പൂർണ്ണ വിശ്വസ്തയോടെ, വിശുദ്ധിയിൽ. ഈ ലോകത്തിലെ പീഡനങ്ങളും കഷ്ടതകളും യേശുവിൻ്റെ രണ്ടാം വരവിനുള്ള അടയാളമാണെന്നുള്ളത് നാം തിരിച്ചറിയണം. ലോകത്തിൻ്റെതായ സുഖസൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസൃതമായി നാം ക്രമീകരിക്കണം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പാപ സങ്കീർത്തനത്തിലൂടെയും നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ദാനിയേൽ 6-ാം അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അവിടുത്തെ സംരക്ഷണവും കൃപയും എപ്പോഴും ഉണ്ടാകും. ദാനിയേൽ മരണത്തെ മുഖാഭിമുഖം കണ്ടപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം അവൻ കൈവിട്ടില്ല. തൽഫലമായി അവൻ അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ നാം പല വെല്ലുവിളികളും നേരിട്ടേക്കാം. എന്നാൽ ദാനിയേലിനെ പോലെ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങി വിശ്വസ്തയോടെയും ധൈര്യത്തോടെയും നമുക്ക് ജീവിക്കാം. അവിടുത്തെ മഹത്വത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള വചന ധ്യാനം കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും നിങ്ങൾ പങ്കുവെച്ച് ഈ ഡിജിറ്റൽ സുവിശേഷ വേലയിൽ പങ്കാളികളാകാൻ ഞാൻ കർത്തൃനാമത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദാനിയേലിൻ്റെ വിശ്വാസത്തിലും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും അടിയങ്ങളെ നയിക്കണമേ. ദിവസേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ ന്യായ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കൃപ തരണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.